അമ്മയുണ്ടെങ്കിലാ വീട്ടിലേക്ക് പോകുള്ളൂ അല്ലേ? നമ്മുടെ വീട് എവിടെയാണെന്ന് ചോദിച്ചാൽ നമ്മൾ അമ്മ എവിടെയാണോ അതാണ് എൻ്റെ വീട്. ഞാൻ വിശ്വസിക്കുന്നുണ്ട് എൻ്റെ അമ്മ ഇപ്പോ സ്വർഗത്തിലാണെന്ന്. അപ്പോൾ എൻ്റെ വീട് മാറി. അമ്മ മരിച്ച് അമ്മയുടെ ശരീരത്തിനടുത്തേക്ക് പോകുമ്പോൾ, ഞാൻ വണ്ടി ഓടിച്ചു പോകുമ്പോൾ ഞാനിങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്, കർത്താവെ പിടിച്ചേക്കാൻ പറ്റണേ. പിറ്റേ ദിവസം ഈസ്റ്ററിന്റെ കുർബാന അർപ്പിക്കാൻ ഒരുങ്ങുമ്പോൾ എൻ്റെ പിതാവ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഡയസെ വേറെ ആരെങ്കിലും ഏൽപ്പിക്കണോന്ന് ചോദിച്ചു. എൻ്റെ പൗരോഹിത്യ ജീവിതത്തിൻ്റെ 22ാമത്തെ ഈസ്റ്റർ ആയിരുന്നു. എൻ്റെ പൗരോഹിത്യ ജീവിതത്തിൽ ഇത്രയും ആത്മാർത്ഥമായിട്ട് ഒരു ബലി എനിക്ക് അർപ്പിക്കാൻ പറ്റിയിട്ടില്ല. കാരണം ദുഃഖത്തിൻ്റെ പാനപാത്രം കർത്താവിൻ്റെ കയ്യിൽ തന്ന് കുളിപ്പിച്ച് വെള്ളവസ്ത്രമൊക്കെ ധരിപ്പിച്ച് ശവപ്പെട്ടിയിൽ ഇങ്ങനെ കിടത്താൻ നേരത്ത് ഈ ഉപദേശി പറഞ്ഞ്, എടാ അവനെ കിടത്തല്ലേ, അവനിങ്ങോട്ട് തന്നേന്ന് പറഞ്ഞു. പെട്ടി കിടത്താതെ അവനെ ഇങ്ങനെ കയ്യിലേക്ക് സ്വീകരിച്ചു. ദുഃഖത്തിൻ്റെ പാനപാത്രം കർത്താവിൻ്റെ കയ്യിൽ തന്നാൽ. പരിശോധനയൊക്കെയായിട്ട് പറഞ്ഞു വിട്ടു. അങ്ങനെ പരിശോധനയൊക്കെ കഴിഞ്ഞ് ഈ ന്യൂ ഇയർ ആരംഭത്തിൽ പരിശോധനയുടെ റിസൾട്ടൊക്കെ വന്നു വെച്ചാൽ എനിക്കൊരു ന്യൂ ഇയർ ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട്. അത് പറയാൻ വേണ്ടിയിട്ട് വിളിച്ചാൽ. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്താണ് കാര്യം എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ ആ ചേട്ടൻ പറഞ്ഞാൽ, അച്ഛാ ബ്ലഡ് ക്യാൻസറാണ്. ഞാൻ സന്തോഷവാനാണ്. കാരണം ഞാൻ ജീവിക്കുന്നത് ഈ ലോകത്തിന് വേണ്ടിയല്ല. ഈ ലോകത്തിനപ്പുറം ഒരു ലോകമുണ്ടെന്നും അവിടേക്ക് ചെന്നെത്തണമെന്നും വളരെയധികം താല്പര്യമുള്ള മനുഷ്യനാണ്. ഇപ്പോൾ സമയം കിട്ടിയത് കൊണ്ട് കുറച്ചുകൂടെ കാര്യമായിട്ട് ഒരുങ്ങാൻ പറ്റുന്നുണ്ട് അച്ഛാ. സമർപ്പിതരുടെ അമ്മ എന്ന് പറയുന്നത് അത് കുടുംബത്തിലേക്കുള്ള ഒരു കാന്തിക ശക്തിയാണ്. അമ്മയുണ്ടെങ്കിലാ വീട്ടിലേക്ക് പോകുള്ളൂ അല്ലേ? നമ്മുടെ വീട് എവിടെയാണെന്ന് ചോദിച്ചാൽ നമ്മൾ അമ്മ എവിടെയാണോ അതാണ് എൻ്റെ വീട്. ഞാൻ നേരത്തെ പറഞ്ഞു, ഞങ്ങൾ 10 മക്കളാണ്. അതുകൊണ്ട് ചില സമയങ്ങളിലൊക്കെ പെങ്ങന്മാർ ചേട്ടന്മാരൊക്കെ അമ്മയെ ഇങ്ങനെ കൊണ്ടു നിർത്തും. അപ്പോൾ ഞാൻ സാധാരണ തറവാട്ടിൽ പോകുന്ന ഞാൻ അമ്മ എവിടെയാണോ അവിടേക്കാണ് പിന്നെ ചിലപ്പോൾ ഒന്ന് പോയി കയറുന്നത്. അപ്പോൾ എൻ്റെ വീട് എവിടെയാണെന്ന് വെച്ചാൽ അമ്മ എവിടെയാണോ അവിടെയാണ് എൻ്റെ വീട്. അതുകൊണ്ട് അമ്മയുടെ മരണത്തിലൂടെ എനിക്ക് ഒരു ഗ്രേസ് പോയിന്റ് കിട്ടിയിരിക്കുകയാണ്. എന്താണ്? ഞാൻ വിശ്വസിക്കുന്നുണ്ട് എൻ്റെ അമ്മ ഇപ്പോൾ സ്വർഗത്തിലാണെന്ന്. അപ്പോൾ എൻ്റെ വീട് മാറി. ഞാൻ ഇത്രയും നാള് എൻ്റെ പെങ്ങളുടെയും എൻ്റെ ചേട്ടന്മാരുടെയും ഒക്കെ വീടാണ് എൻ്റെ വീട് എന്ന് വിചാരിച്ചിരുന്നത്. കാരണം എൻ്റെ അമ്മയുടെ സാന്നിധ്യം അവിടെ ആയിരുന്നു. പക്ഷെ അമ്മ അവിടെ നിന്ന് മാറി ഇപ്പോ സ്വർഗത്തിലേക്കുള്ള യാത്രയിലാണ്. സ്വർഗത്തിലെത്തി എന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുകയാണ്. കാരണം അത്രമാത്രം ഒരു പോസിറ്റീവ് എനർജി ഞാനിങ്ങനെ എൻ്റെ അമ്മയെ പറ്റിയും എൻ്റെ കുടുംബത്തെ പറ്റിയും പറയുമ്പോൾ ഈ അൾത്താരയിൽ നിൽക്കുമ്പോൾ ഞാൻ അനുഭവിക്കാറുണ്ട്. അതിന് കാരണം എൻ്റെ അമ്മ എൻ്റെ ഈശോയുടെ തൊട്ടടുത്ത് നിന്നുകൊണ്ട് ആ ഈശോയെ ഇടയ്ക്ക് ശല്യപ്പെടുത്തി എന്നെപ്പറ്റി പറയുന്നുണ്ട്. ആ പറച്ചിൽ അതൊരു കൃപയാണ്. അത് ഞാൻ ആസ്വദിച്ചത് ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. അമ്മ മരിച്ച് അമ്മയുടെ ശരീരത്തിനടുത്തേക്ക് പോകുമ്പോൾ, ഞാൻ വണ്ടി ഓടിച്ച് പോകുമ്പോൾ ഞാനിങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്, കർത്താവെ പിടിച്ചേക്കാൻ പറ്റണേ. അവിടെ ചെന്നപ്പോൾ വലിയ കുഴപ്പമില്ല, പിടിച്ചേക്കാൻ പറ്റുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു, ദൈവം എൻ്റെ അമ്മ മരിച്ചിട്ട് എനിക്ക് സങ്കടമില്ലേ? പക്ഷേ സങ്കടമുണ്ട്, പക്ഷേ അതിനും അപ്പുറം ഒരു സന്തോഷമുണ്ടെന്നുള്ള. പിറ്റേ ദിവസം ഈസ്റ്ററിന്റെ കുർബാന അർപ്പിക്കാൻ ഒരുങ്ങുമ്പോൾ എൻ്റെ പിതാവ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഡയസെ വേറെ ആരെങ്കിലും ഏൽപ്പിക്കണോന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, വേണ്ടി വരും പിതാവേ, ഞാൻ പറയാമെന്ന് പറഞ്ഞു. പക്ഷേ അമ്മ എന്നോട് പറയുന്നത് പോലെ തോന്നി, മരണത്തെ തോൽപ്പിച്ച തമ്പുരാന്റെ ഉയർപ്പ് തിരുനാൾ ആഘോഷിക്കുമ്പോൾ നീ അത് ആഘോഷിക്കാതെ മാറി നിന്നിട്ടുണ്ടെങ്കിൽ ഞാൻ എന്നേക്കുമായി നിന്റെ അടുത്ത് നിന്ന് പോയി എന്ന് നീ പ്രഖ്യാപിക്കുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഞാൻ പിതാവിനെ വിളിച്ചിട്ട് പറഞ്ഞു, ആരെയും വേണ്ട, ഞാൻ തന്നെ ചൊല്ലിക്കോളാം. എൻ്റെ പൗരോഹിത്യ ജീവിതത്തിൻ്റെ 22ാമത്തെ ഈസ്റ്റർ ആയിരുന്നു. എൻ്റെ പൗരോഹിത്യ ജീവിതത്തിൽ ഇത്രയും ആത്മാർത്ഥമായിട്ട് ഒരു ബലി എനിക്ക് അർപ്പിക്കാൻ പറ്റിയിട്ടില്ല. കാരണം അത്രമാത്രം വിശ്വാസത്തോടുകൂടെ എൻ്റെ കർത്താവ് മരണത്തെ തോൽപ്പിച്ച് ഉയർത്തെഴുന്നേറ്റുവെന്നും എൻ്റെ അമ്മ അത് തന്നെ സ്വീകരിച്ച് ഇപ്പോൾ ആജീവനാന്തം എൻ്റെ പിതാവായ ദൈവത്തിൻ്റെ പക്കലുണ്ട് എന്ന് എന്നോട് ഞാൻ തന്നെ പറഞ്ഞ നിമിഷങ്ങളായിരുന്നു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ജീവിതത്തിൽ നമ്മളുടെ അമ്മ നമ്മോട് പറഞ്ഞു തന്നിട്ടുള്ള ഒരു കാര്യമെന്ന് വെച്ചാൽ, നമ്മുടെ അമ്മ ഈ അമ്മയെ നമുക്ക് പരിചയപ്പെടുത്തി എന്നുള്ളതാണ്. പരിശുദ്ധ കന്യകാമറിയത്തെ ഈ അമ്മ നമുക്ക് പരിചയപ്പെടുത്തിയിട്ട് പറഞ്ഞൊരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ, നീ എന്നും കുഞ്ഞായിട്ട് ജീവിക്കണം. നീ എന്നും കുഞ്ഞായിട്ട് ജീവിക്കാൻ വേണ്ടി എനിക്കെപ്പോഴും നിന്റെ കൂടെ ഉണ്ടാകാൻ സാധിക്കില്ല. അതുകൊണ്ട് എപ്പോഴും നിന്റെ കൂടെയുള്ള എൻ്റെ അമ്മയെ, അതായത് പരിശുദ്ധ കന്യകാമറിയത്തെ ഞാൻ നിനക്ക് സമ്മാനമായിട്ട് തരുകയാണെന്നാണ് പറയുന്നത്. അതേ പ്രിയമുള്ളവരെ, അമ്മയുടെ പ്രത്യേകത ഏതാ?
പരിശുദ്ധ അമ്മയുടെ മകനാണ്, മകളാണ് നമ്മൾ ഓരോരുത്തരും. ആ ഒരു ബോധ്യത്തിൽ നമ്മളിങ്ങനെ നിൽക്കുമ്പോൾ ആ ബോധ്യം എന്നും എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് മാറണേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റണം. ആ ഒരു ബോധ്യത്തിൽ നമുക്ക് ജീവിക്കാനായിട്ട് സാധിക്കണം. അതുകൊണ്ട് നമ്മൾ പരിശുദ്ധ അമ്മയുടെ നാമധേയത്തിലുള്ള എന്നല്ല, ഏതൊരു ദൈവാലയത്തിലേക്ക് കയറുമ്പോഴും പരിശുദ്ധ അമ്മ നമ്മുടെ തൊട്ടടുത്ത് ഇങ്ങനെ വന്ന് നിൽക്കാമെന്ന് പറയും. എന്നിട്ട് അമ്മയുടെ മടിയിൽ ഇങ്ങനെ നമ്മളെ ഇരുത്തിയിട്ട് ആ മകൻ്റെ, അതായത് ഈശോയുടെ ആ ഒരു ജീവിതത്തെ നമ്മിലേക്ക് ഇങ്ങനെ കൊണ്ടുവന്ന് തരിക. നമ്മുടെ ഓരോരുത്തരുടെ അമ്മമാർ നമ്മളിങ്ങനെ മടിയിലിരുത്തി കൊഞ്ചിച്ച് പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റിയതുപോലെ നിൻ്റെ ജീവിതത്തിൽ എന്നും ആവശ്യമുള്ള ഈ ദിവ്യകാരുണ്യ ഈശോയെ ഈ അമ്മ നമുക്ക് നൽകുക. അതുകൊണ്ട് പ്രിയമുള്ളവരെ ഓർക്കണം, ഈ പരിശുദ്ധ കന്യകാമറിയത്തെ എനിക്ക് വ്യക്തിപരമായിട്ട് പരിചയപ്പെടുത്തിയത് എൻ്റെ അമ്മ. അപ്പോൾ ആ അമ്മയിലൂടെയാണ് നമ്മൾ ഈ അമ്മയെ തിരിച്ചറിഞ്ഞത്. പല വ്യക്തിപരമായിട്ടുള്ള ബോധ്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ വരുമ്പോഴാണ് നമുക്ക് യഥാർത്ഥത്തിൽ ഈ ഒരു ദൈവിക ചിന്ത നമുക്ക് സ്വന്തമാക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് പ്രിയമുള്ളവർ, ഒരൊറ്റ കാര്യം നിങ്ങൾ എപ്പോഴും ഓർക്കണം, സാർവത്രിക സത്യങ്ങൾ ഒരുപാടുണ്ട്. അതിലൊരു സത്യമാണ് ഈ കിടക്കുന്നത്, ഇവൻ മരിച്ചത് ലോകത്തിന് വേണ്ടിയാണ്. പ്രിയമുള്ളവരെ, അത് സാർവത്രിക സത്യമാണ്. അത് വ്യക്തിപരമായിട്ടുള്ള അനുഭവമാക്കി എനിക്ക് മാറ്റാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത്. ഈശോ മരിച്ചത് എനിക്ക് വേണ്ടിയാണ്. 2000 വർഷങ്ങൾക്ക് മുമ്പ് പരിശുദ്ധ അമ്മയിലൂടെ അവൻ ഈ ലോകത്തിലേക്ക് പിറന്നു വീഴത് എനിക്ക് വേണ്ടിയാ. 30 വർഷം ഒരുങ്ങിയത് എനിക്ക് വേണ്ടിയാ. 3 വർഷം വചനം പ്രസംഗിച്ചത് എനിക്ക് വേണ്ടിയാ. അങ്ങനെ അവൻ കുരിശു ചുമന്ന് അൾത്താരയിലേക്ക്, കാൽവരിയുടെ വിരിമാറിലേക്ക് നടന്നു പോയത് അതെനിക്ക് വേണ്ടിയാ. അവൻ്റെ ചങ്ക് പിളർന്നത് എനിക്ക് വേണ്ടിയാ. അവസാനം 3 ദിവസം കഴിഞ്ഞ് ഉയർത്തെഴുന്നേറ്റത് എന്നെ ഉയർപ്പിക്കാൻ വേണ്ടിയാ. സാർവത്രിക സത്യം അത് സത്യമായി നിൽക്കുമ്പോൾ അതെന്നെ തൊടുന്നില്ല. എന്നെ തൊടണമെങ്കിൽ അത് എനിക്ക് അനുഭവമായിട്ട് മാറണം. പ്രിയമുള്ളവരെ, ഓരോ തവണയും ബലിയർപ്പിക്കാൻ വരുമ്പോൾ വിശ്വസിക്കണം, 33കാരൻ എനിക്ക് വേണ്ടി ചോര ചിന്ത. റോഡിലൂടെ നടന്നു പോകുമ്പോൾ ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചാൽ ഒരു ചെറുപ്പക്കാരൻ അവർ ചോരയിൽ കുളിച്ച് കിടന്നാൽ അതിങ്ങനെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ട്, ഒരു ഭയമായിട്ട് കിടക്കില്ലേ? എല്ലാ ബലിയർപ്പണത്തിലും ഈ ക്രിസ്തുനാഥൻ എനിക്ക് വേണ്ടി പ്രാണൻ വെടിയുകയാണ്. പക്ഷെ എന്നിട്ടെന്തേ അതൊരു അനുഭവമായിട്ട് എൻ്റെ ജീവിതത്തിൽ നിൽക്കാത്തത്? പ്രിയമുള്ളവരെ, എന്നും പ്രാർത്ഥിക്കണം, കർത്താവേ, എൻ്റെ വിശ്വാസരാഹിത്യത്തെ നീ കണക്കിലെടുക്കരുതേ, എൻ്റെ വിശ്വാസം നീ വർദ്ധിപ്പിക്കണേ. എല്ലാ ദിവസവും ബലിയർപ്പിച്ച് ഈ ഈശോയുടെ ശരീരം ഇങ്ങനെ ഉയർത്തിപ്പിടിച്ച്, ഈശോയുടെ രക്തം ഇങ്ങനെ ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ എൻ്റെ ചങ്കിൽ കൊണ്ടു നടക്കുന്ന ഒരേ ഒരു പ്രാർത്ഥന ഇതാ: കർത്താവേ, എൻ്റെ വിശ്വാസരാഹിത്യത്തെ നീ കണക്കിലെടുക്കരുതേ, എൻ്റെ വിശ്വാസം നീ വർദ്ധിപ്പിക്കണേ. അത് പ്രാർത്ഥിക്കാൻ പറ്റണം. നമ്മൾ ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നില്ലേ? നമ്മൾ പലപ്പോഴും പ്രാർത്ഥിക്കുന്നത് എൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടിയാണ്, അല്ലാതെ എന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാറില്ല. എൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ എന്നെ മറന്നു പോവുകയാണ് ഞാൻ. എന്നെ മറന്നു പോകാതെ എന്നെ ഈശോയിലേക്ക് ചേർത്ത് വയ്ക്കാനായിട്ട് നമുക്ക് സാധിക്കണം. പ്രിയമുള്ള ഒരു ആരാധനയുടെ സമയം. ആരാധനയിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ഒരു കാര്യം നിങ്ങളോട് ഞാൻ ആവശ്യപ്പെടുകയാണ്. നാം ഇന്ന് ആരാധനയ്ക്ക് പാടുന്ന പാട്ട് ദുഃഖത്തിൻ്റെ പാനപാത്രം കർത്താവിൻ്റെ കയ്യിൽ തന്നാൽ, അത് ആരെഴുതിയതാണെന്നറിയാമോ? ഏത് ഉപദേശിയാണ്? കൊച്ചുകുഞ്ഞ് ഉപദേശി. അതിൻ്റെ സാഹചര്യം നിങ്ങൾ കേട്ടിട്ടില്ലേ? പ്രിയമുള്ളവരെ, മകൻ 9 വയസ്സ് പ്രായമുള്ള മകൻ മരിച്ചുപോയി. അവനൊരു പനി വന്നതാ. അങ്ങനെ ഉപദേശിയുടെ ഭാര്യ ചെറിയ പച്ചമരുന്നുകളൊക്കെ കൊടുത്ത്, കാരണം ആ കാലഘട്ടത്തിൽ അങ്ങനെയാണ്, 100 വർഷങ്ങൾക്ക് മുമ്പ് മലബാർ ഏരിയയിൽ സംഭവിച്ചതാണ്. പക്ഷേ 3 ദിവസം കഴിഞ്ഞപ്പോൾ പനി മാറിയില്ല, പക്ഷേ പ്രാണം പോയി. അപ്പോൾ ഈ സാധു കൊച്ചു കുഞ്ഞുപദേശി വീട്ടിലേക്ക് വരിക. വീട്ടിലേക്ക് വന്നിട്ട് ഈ കുഞ്ഞിനെ കുളിപ്പിച്ച് വെള്ളവസ്ത്രമൊക്കെ ധരിപ്പിച്ച് ശവപ്പെട്ടിയിലിങ്ങനെ കിടത്താൻ നേരത്ത് ഈ ഉപദേശി പറഞ്ഞ്,
എടാ അവനെ കിടത്തല്ലേ, അവനിങ്ങോട്ട് തന്നേന്ന് പറഞ്ഞു. പെട്ടി കിടത്താതെ അവനെ ഇങ്ങനെ കയ്യിലേക്ക് സ്വീകരിച്ചു. എന്നിട്ട് എന്നും പ്രാർത്ഥിക്കാറുള്ള ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ നടയിൽ ഇങ്ങനെ പോയിരുന്നു. എന്നിട്ട് അവൻ അന്ന് പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ്, ദുഃഖത്തിൻ്റെ പാനപാത്രം കർത്താവിൻ്റെ കയ്യിൽ തന്നാൽ സന്തോഷത്തോടെ ഞാനതെടുത്ത് ഹല്ലേലൂയ പാടും. ആ സമയത്ത് അവൻ്റെ കയ്യിലുള്ളത് എന്താ? തൻ്റെ പൊന്നോമന മകൻ്റെ പ്രജ്ഞയേറ്റ ശരീരമാണ്. ആ ശരീരത്തെ നോക്കിയിട്ട് അവൻ പറയാ, ഇതെടുത്തിട്ട് ഞാൻ ഹല്ലേലൂയ പാടും. എനിക്കൊന്നും ഒരിക്കലും പറ്റത്തില്ല കേട്ടോ അങ്ങനെയൊക്കെ പറയാൻ. ഒരു സാധാരണ അപ്പന് അങ്ങനെ പറ്റിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വിജയമെന്ന് വെച്ചാൽ എന്താ? അതിൻ്റെ വിജയമെന്ന് വെച്ചാൽ അവനെ, അതായത് അവൻ്റെ ഉള്ളിലെ ക്രിസ്തുവിനെ അവൻ പൂർണ്ണമായിട്ട് വിശ്വസിച്ചു. ബാക്കിയുള്ളതിലൊന്നും അവന് പ്രത്യേക താല്പര്യം ഉണ്ടായിരുന്നില്ലെന്നാണ് പറയുന്നത്. പ്രിയമുള്ളവരെ, ഈ 2 ദിവസം മുമ്പ് തൃശ്ശൂരുള്ള ഒരു സഹോദരൻ എന്നെ വിളിക്കുകയുണ്ടായി. എന്നെ വിളിച്ചതല്ല, ഞാൻ ഒരു 4 ദിവസം മുമ്പ് ഒരു മെസ്സേജ് വിട്ടു. വളരെ നല്ലൊരു മനുഷ്യനാണ്, വലിയ പഠിപ്പൊന്നുമില്ല, പക്ഷെ ബോധ്യമുണ്ട്. വിശ്വാസത്തിൻ്റെ ആഴങ്ങളെ പറ്റിയുള്ള പഠിപ്പില്ല, പക്ഷെ നല്ല ബോധ്യമുള്ളവൻ. അപ്പോൾ ഞാനിങ്ങനെ മെസ്സേജ് വിട്ടു. ഞാൻ US പോയതിന് ശേഷം ആദ്യമായിട്ട് വിടുന്നതാണ്. അപ്പോൾ ആ മറുപടി വിട്ടത് ഇങ്ങനെയാണ്: ഞാൻ അച്ഛൻ്റെ സമയവും കാലവും ഒന്നും അറിയാൻ പാടില്ലാത്തതുകൊണ്ടാണ് അച്ഛൻ ഞാൻ ശല്യപ്പെടുത്താതിരുന്നത്. അച്ഛൻ മെസ്സേജ് വിട്ടതിൽ വളരെ സന്തോഷമുണ്ട്. അച്ഛൻ ഒന്ന് സംസാരിക്കാൻ പറ്റുമോ എപ്പോഴെങ്കിലും എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, ഇപ്പം ഇത്തിരി തിരക്കാണ്, സൗകര്യമുള്ളപ്പോൾ ഞാൻ അങ്ങോട്ട് വിളിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇങ്ങോട്ട് പോരുന്നതിൻ്റെ 2 ദിവസം മുമ്പ്, ഈ കഴിഞ്ഞ ഞായറാഴ്ച, ഇന്നലെ ഞാൻ വിളിച്ചു. മിനിയാന്ന് ഞാൻ വിളിച്ചിട്ട് ഇവനായിട്ട് സംസാരിക്കുമ്പോൾ ഇവൻ്റെ ഭാര്യയാണ് ഫോൺ എടുത്തത്. അപ്പോൾ ഞാൻ ചോദിച്ചു, ചേട്ടൻ എന്തേ? ചേട്ടൻ ഒന്ന് കുളിക്കണം അച്ഛാ. അത് ഞാൻ പിന്നെ വിളിക്കാം. ഇല്ല അച്ഛാ, ഇപ്പം തന്നെ വരും എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചേച്ചനോട് ചോദിച്ചു, ചേട്ടൻ വിളിക്കാൻ പറഞ്ഞിട്ടുണ്ടേ? ആ, ഒരു സന്തോഷ വാർത്ത പറയാനുണ്ട് അച്ഛാ, അതിന് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്നാൽ വേഗം വരാൻ പറഞ്ഞു. അങ്ങനെ ചേട്ടൻ കുളി കഴിഞ്ഞെത്തി, വേഗം എന്നെ ഫോണിൽ സംസാരിച്ചു. അവൻ, അച്ഛാ വലിയൊരു സന്തോഷ വാർത്ത പറയാനുണ്ട്, അതുകൊണ്ടാണ് ഞാൻ അച്ഛൻ വിളിക്കണമെന്ന് പറഞ്ഞത്. അപ്പോൾ ഞാൻ ചോദിച്ചു, ആ പറ അച്ഛാ, ഇത് ഈ വോയിസ് കോളൊന്ന് വീഡിയോ കോൾ ആക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ആക്കാം. ഞാൻ ഉടനെ വീഡിയോ കോളാക്കി. അപ്പോൾ ഈ ചേട്ടൻ അപ്പുറത്തിപ്പുണ്ട്, അപ്പോൾ ഞാൻ ഇപ്പുറത്തുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്താണ് സന്തോഷ വാർത്ത? അച്ഛാ, എൻ്റെ ജീവിത പങ്കാളിക്ക് ഒരു നിർബന്ധമായിരുന്നു. കുറച്ചാളായിട്ട് എനിക്ക് ഇതിരി ശരീരത്തിനൊക്കെ ക്ഷീണമാണ്, അപ്പോൾ എന്തോ കുഴപ്പമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അവളെപ്പോഴും പറയും. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്കൊരു കുഴപ്പമില്ല. എന്നാൽ വളരെ നിർബന്ധിച്ച് അവസാനം എന്നെ പരിശോധനയ്ക്കായിട്ട് പറഞ്ഞു വിട്ടു. അങ്ങനെ പരിശോധനയൊക്കെ കഴിഞ്ഞ് ഈ ന്യൂ ഇയർ ആരംഭത്തിൽ പരിശോധനയുടെ റിസൾട്ടൊക്കെ വന്നു വെച്ചാൽ എനിക്കൊരു ന്യൂ ഇയർ ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട്, അത് പറയാൻ വേണ്ടിയിട്ട് വിളിച്ചാൽ. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്താണ് കാര്യം എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ ആ ചേട്ടൻ പറഞ്ഞാൽ, അച്ഛാ ബ്ലഡ് ക്യാൻസറാണ്. അപ്പോൾ ഞാൻ ലുക്കീമിയ അല്ല അച്ഛാ, വേറൊരു കീമിയോ എന്താണ്ടാണ്. പുള്ളി പറഞ്ഞ രീതി ഇങ്ങനെയാണ്, വേറെ കീമിയോ എന്താണ്ടാണ്. പെട്ടെന്ന് തട്ടിപ്പോവില്ല, 5 വർഷമുണ്ട്. 5 വർഷം കഴിഞ്ഞിട്ട് ഒന്നും കൂടിയും പരിശോധിക്കണം. അപ്പോൾ ഈ സാധനം വക മാറിയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തട്ടിപ്പോവും, അല്ലെങ്കിൽ വീണ്ടും കുറച്ചാളും കൂടി കിട്ടും. ആ ഒരു സന്തോഷ വാർത്ത പറയാൻ വേണ്ടിയിട്ടാണ് അച്ഛൻ. പ്രിയമുള്ളവരെ, ഞാനിത് കേട്ടിട്ട് ഇവനോട് എങ്ങനെ പ്രതികരിക്കണമെന്നറിയാതെ കുറച്ചു നേരം ഇങ്ങനെ നിന്നു. പ്രിയമുള്ളവരെ, ഈ ചേട്ടന് ഈ അസുഖം വന്നതിലല്ല എൻ്റെ ആശ്ചര്യം, മറിച്ച് ആ അസുഖത്തെ അവൻ എടുത്ത രീതിയും അവൻ്റെ ജീവിത പങ്കാളിയോടും 3 മക്കളോടും അത് അവൻ അവതരിപ്പിച്ച രീതിയും എൻ്റെ മനസ്സിനെ വല്ലാതെ അത്ഭുതപ്പെടുത്തി എന്നാണ് പറയുന്നത്. എന്നിട്ട് അവൻ എൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്, അച്ഛാ ഞാൻ സന്തോഷവാനാണ്. കാരണം ഞാൻ ജീവിക്കുന്നത് ഈ ലോകത്തിന് വേണ്ടിയല്ല, ഈ ലോകത്തിനപ്പുറം ഒരു ലോകമുണ്ടെന്നും അവിടേക്ക് ചെന്നെത്തണമെന്നും വളരെയധികം താല്പര്യമുള്ള മനുഷ്യനാണ്. ഇപ്പോൾ സമയം കിട്ടിയത് കൊണ്ട് കുറച്ചുകൂടെ കാര്യമായിട്ട് ഒരുങ്ങാൻ പറ്റുന്നുണ്ട് അച്ഛാ. എന്നിട്ട് ഞാനുമായിട്ട് ഇങ്ങനെ സംസാരിക്കുന്നതിനിടയിൽ, അച്ഛൻ ഒരു കാര്യവും കൂടി പറഞ്ഞോട്ടെ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞോ അച്ഛാ, അച്ഛൻ്റെ ജീവിതത്തിൽ ഇടക്കിടക്ക് പെട്ടെന്ന് മൈൻഡ് ഇങ്ങനെ ബ്ലാങ്ക് ആയിട്ട് പോകണില്ലേ എന്ന് ചോദിച്ചു. ഇപ്പം പറയാൻ പോകുന്നുണ്ട്. അതുകൊണ്ട് പേടിക്കണ്ട, അതൊരു പോസിറ്റീവ് എനർജിയാണ്. കർത്താവിൽ കൂടുതൽ ആശ്രയിക്കാൻ വേണ്ടി ദൈവം തന്നിരിക്കുന്ന ഒരു കൃപയാണ്, അത് ആസ്വദിക്കാൻ പറയും. പ്രിയമുള്ളവരെ, ദൈവിക വെളിപാടുകൾ പോലും സ്വീകരിക്കാവുന്ന രീതിയിൽ ഈ രോഗം അവനെ പാകപ്പെടുത്തി എന്ന് കേട്ടപ്പോൾ എൻ്റെ ഉള്ളിൽ വല്ലാതെ ഒന്ന് പടച്ചു. ഞാനാണ് ബ്ലഡ് ക്യാൻസർ എങ്കിൽ അവിടെ വെച്ച് അതറിഞ്ഞ സമയം തട്ടിപ്പോയാൽ 5 വർഷത്തേക്ക് നിൽക്കില്ല.
എനിക്ക് തോന്നണില്ല ഈ മനുഷ്യൻ 5 വർഷം കഴിഞ്ഞ് മരിച്ചു പോകും. അവൻ ജീവിക്കും. അവൻ ജീവിക്കുന്നത് ക്രിസ്തുവിന് വേണ്ടിയാണെന്ന ബോധ്യം അവനുണ്ട്. അവൻ മരിക്കുന്നത് ക്രിസ്തുവിലേക്ക് വിലയം പ്രാപിക്കുന്നതാണെന്നുള്ളൊരു വിശ്വാസം അവനുണ്ട്. അതേ പ്രിയമുള്ളവർ, അങ്ങനെയൊക്കെ ജീവിക്കാനായിട്ട് പറ്റുമോ? അങ്ങനെയൊക്കെ ജീവിക്കണവർ ഈ ലോകത്തുണ്ടെന്ന് പറയുമ്പോൾ, അങ്ങനെയുള്ളവൻ എൻ്റെ പരിചയക്കാരനാണെന്ന് പറയുമ്പോൾ എനിക്കൊരു അഭിമാനം. എന്നിട്ട് അവൻ ഒന്നുകൂടെ പറഞ്ഞു, അച്ഛൻ ഇതിൻ്റെ വേറെ ആരോടും പറയരുത് അച്ഛാ. ഇപ്പം നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും അല്ലേ? പക്ഷെ നിങ്ങൾക്കറിയില്ല ഇതാരാണെന്ന്. നിങ്ങൾക്കറിയില്ല. അവൻ്റെ കൂടെയുള്ള ഈ ജീവിത പങ്കാളിയും 3 മക്കളും പ്ലസ് ഞാനും ആ പള്ളിയിൽ വികാരിച്ചു. ഇത് ഇവൻ പറയുമ്പോൾ വേറൊരു കാര്യം കൂടിയും പറഞ്ഞു. മറ്റുള്ളവരിൽ നിന്ന് സഹതാപമൊക്കെ കേട്ട് അത് മനസ്സ് തളരും. അത് മാത്രമല്ല, അവർ പിന്നീട് നമ്മളെ കാണുന്ന രീതി വേറെ ആയിരിക്കും. അങ്ങനെ ഒരു സഹതാപ തരംഗം സൃഷ്ടിച്ച് ഞാൻ വീണ്ടും ഒരു ഗ്ലോറിഫിക്കേഷനിലൂടെ കടന്നു പോകാൻ താല്പര്യപ്പെടുന്നില്ല അച്ഛാ. ഇതെനിക്ക് ആസ്വദിക്കണം. ഇതെനിക്ക് ആത്മീയ അഹങ്കാരമായിട്ട് ഒറ്റക്ക് ആസ്വദിക്കണം വെച്ചാൽ അതിൻ്റെ ഒരു കാര്യം കൂടിയാണ് ഇത് പറഞ്ഞത്. പ്രിയമുള്ളവരെ, ഇങ്ങനെയുള്ള ആളുകളൊക്കെ ഈ ലോകത്ത് ജീവിച്ചിരിക്കുന്നുണ്ട്. ആ ആൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ഇപ്പോൾ അതൊക്കെ പറയുമ്പോൾ എനിക്കൊരു സന്തോഷം. ആൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞാൻ ആൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ പ്രാർത്ഥിക്കുന്നു. പ്രിയമുള്ളവരെ, ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എൻ്റേതാണ് എന്ന് വിചാരിക്കുന്നവരാണ് നാം. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത്, ഈശോയെ എൻ്റെ കാലുവേദനയല്ല നമ്മുടെ കാലുവേദന, ഈശോയെ എൻ്റെ കടബാധ്യതയല്ല നമ്മുടെ കടബാധ്യത, ഈശോയ്ക്ക് കൊടുക്കത്. അപ്പോൾ ഞാൻ എൻ്റെ എന്നിൽ നിന്ന് ഞാൻ മാറുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഞാൻ പലപ്പോഴും എൻ്റേതിൻ്റെ പിന്നാലെ പോകുമ്പോഴാണ് എനിക്ക് വിശുദ്ധി നഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് നമുക്ക് വിശുദ്ധിയിൽ ജീവിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാം. അൾത്താരയിലേക്ക് നാം ഈശോയെ സ്വീകരിക്കുകയാണ്. പ്രിയമുള്ളവരെ, നാം പ്രാർത്ഥിക്കുന്നത് ഒറ്റ കാര്യം മാത്രം. ദുഃഖത്തിൻ്റെ പാനപാത്രം കർത്താവിൻ്റെ കയ്യിൽ തന്നാൽ സന്തോഷത്തോടെ ഞാനതെടുത്ത് ഹല്ലേലൂയ പാടും എന്ന സാധു കൊച്ചുകുഞ്ഞുപദേശിയുടെ ആ ഒരു ബോധ്യം, ജീവിതത്തിൽ എന്തൊക്കെ സംഭവിച്ചാലും അത് എൻ്റെ ക്രിസ്തുവറിയാതെ സംഭവിക്കുന്നില്ല എന്ന ബോധ്യം, ആ ഒരു ബോധ്യത്തിലായിരുന്നു കൊണ്ട് നമുക്ക് ആലപിച്ച് പ്രാർത്ഥിക്കാം. ദുഃഖത്തിൻ്റെ പാനപാത്രം കർത്താവിൻ്റെ കയ്യിൽ തന്നാൽ സന്തോഷത്തോടു വാങ്ങി ഹല്ലേലൂയ പാടിയിടും ഞാൻ. നമുക്കൊരുമിച്ച് പാടാം. ദുഃഖത്തിൻ്റെ പാനപാത്രം കർത്താവിൻ്റെ കയ്യിൽ തന്നാൽ സന്തോഷത്തോടു വാങ്ങി ഹല്ലേലൂയ പാടിയിടും ഞാൻ. അതേ പ്രിയമുള്ളവരെ, ജീവിതത്തിൽ സംഭവിച്ചതൊക്കെ നല്ലതിനാണ്. ദോഷമായിട്ടൊന്നും അവൻ നമ്മോട് ചെയ്യില്ലെന്നേ. ചിലപ്പോൾ അവൻ നമ്മെ അടിക്കും, പക്ഷെ അത് നേരെ നടക്കാൻ വേണ്ടിയിട്ടാണ്. കൊച്ചു ത്രേസ്യ പുണ്യവതി തൻ്റെ ജീവിതത്തെ ഉപമിച്ചത് കളിപ്പന്തിനോടാണ്. ഉണ്ണീശോയുടെ കയ്യിലെ കളിപ്പന്താണ് ഞാൻ. ആ പന്ത് ചിലപ്പോൾ ആ ഉണ്ണീശോ നിലത്തിടും, ചെളിയിലെറിയും, മതിലിൽ വലിച്ചെറിയും, മഴയത്തിടും, മഞ്ഞത്തിടും. പക്ഷേ കുട്ടികൾ പന്ത് കളിക്കുന്നത് നാം കണ്ടിട്ടുണ്ടല്ലോ. ആ പന്ത് ഒരു ദിവസം അവരിൽ നിന്ന് നഷ്ടമായാൽ അവർ അനുഭവിക്കുന്ന ഒരു വേദനയുണ്ട്. ആ പന്തിനോട് കാണിക്കുന്നതൊക്കെ
ആ കുഞ്ഞിൻ്റെ സ്നേഹപ്രകടന. പ്രിയമുള്ളവരെ, എൻ്റെ ജീവിതം ഉണ്ണീശോയുടെ കയ്യിലെ കളിപ്പന്ത. അവൻ ചിലപ്പോൾ അത് വലിച്ചെറിയും, ചിലപ്പോൾ അത് വെയിലത്തും മഴയത്തും ഒക്കെ കൊണ്ടുപോയിടും. പക്ഷേ അവന് ആ പന്ത് നഷ്ടപ്പെട്ടു എന്ന് തോന്നിയാൽ പിന്നെ അവൻ്റെ ചങ്കൊരുപാട് വേദനിക്കും. ഞാനാകുന്ന കളിപ്പന്ത് എൻ്റെ ഉണ്ണീശോയുടെ പക്കൽ നിന്ന് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടോ? എൻ്റെ ജീവിതത്തെ ഒന്ന് പരിശോധിക്കാം. എൻ്റെ ജീവിതത്തിലെ പ്രവൃത്തികൾ, വാക്കുകൾ, ചില പെരുമാറ്റങ്ങൾ ഈശോയിൽ നിന്ന് അകന്നു മാറാൻ കാരണമായിട്ടുണ്ടെങ്കിൽ അത് അവൻ്റെ ചങ്കിനെ ഒരുപാട് വേദനിപ്പിക്കും. ദോഷമായിട്ടൊന്നും എൻ്റെ ഈശോ എന്നോട് ചെയ്യത്തില്ല. അവൻ എന്നെ അടിച്ചാലും അവൻ എന്നെ സ്നേഹിക്കുന്നു എന്ന തിരിച്ചറിവ് ഈശോയെ എന്നിലേക്ക് നീ നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്കൊരുമിച്ച് ആലപിക്കാം. ദോഷമായിന്നോടെങ്ങും എൻ്റെ താതൻ ചെയ്യുകയില്ല. എന്നെ അവനടിച്ചാലും അവനെന്നെ സ്നേഹിക്കുന്നു. ദോഷമായിട്ടൊന്നുമെന്നോ എൻ്റെ താതൻ ചെയ്യുകയില്ല. എന്നെ അവനടിച്ചാലും അവനെന്നെ സ്നേഹിക്കുന്നു. കഷ്ടങ്ങളും നഷ്ടങ്ങളും ജീവിതത്തിൽ ഒന്നൊഴിയാതെ ഒരു പ്രദക്ഷിണമായി വന്നു ചേരുമ്പോഴും ഓർക്കണം, കഷ്ടമേറ്റ കർത്താവ് അവനോട് ചേർന്ന് നിൽക്കാൻ ഒരവസരം നൽകുകയാണെന്ന ബോധ്യം. ഈശോയെ, എനിക്ക് ആ ഒരു ആത്മീയ വളർച്ച നൽകി എന്നെ അനുഗ്രഹിക്കണമേ എന്ന് ഹൃദയത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റും. അപ്പസ്തോലന്മാരുടെ ജീവചരിത്രത്തിലൂടെ കടന്നു പോകുമ്പോൾ അന്ത്രയോസ് പുണ്യവാളനെ കുരിശിൽ തറച്ച് കൊല്ലാനാണ് വിധിച്ചത്. അതിനു മുമ്പ് ഈ അന്ത്രയോസ് പുണ്യവാളൻ ഒരുപാട് പീഡനങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട്. പട്ടിണിക്കിടുന്നുണ്ട്, തൊലി ഉരിഞ്ഞു മാറ്റുന്നുണ്ട്, അവൻ്റെ ശരീരത്തിൽ മാരകമായ ഇരുമ്പ് ആയുധങ്ങൾ കൊണ്ട് വ്രണങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ എന്ത് ചെയ്തിട്ടും അവൻ്റെ പ്രാണൻ ആ ശരീരത്തെ വിട്ടുപോകുന്നില്ല. അവസാനം ഈ സഹനങ്ങൾക്കൊക്കെ നേതൃത്വം കൊടുക്കുന്ന പടയാളി പ്രമുഖൻ പടയാളികളോട് പറയുന്നുണ്ട്, കുരിശ് എടുത്തുകൊണ്ടുവാ, ഇവനെ കുരിശിൽ തറച്ചു കൊല്ലാമെന്ന്. 2 പടയാളികൾ കുരിശെടുക്കാൻ പോകുന്നുണ്ട്. കുരിശുമായി അവൻ്റെ മുന്നിലേക്ക് ഈ പടയാളികൾ നടന്നു വരുന്നത് അങ്ങ് ദൂരെ നിന്ന് കണ്ടപ്പോൾ തൻ്റെ ശരീരത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ ഊർജം അവനിലേക്ക് തിരിച്ച് ആവാഹിക്കുന്നത് പോലെ അവൻ അനുഭവപ്പെടുകയും അവൻ ചാടി എഴുന്നേറ്റ് നിന്ന് രക്തത്തിൽ കുതിർന്ന ശരീരത്തിൽ നിന്ന് അവൻ ഇങ്ങനെ പ്രഘോഷിച്ചു, എൻ്റെ കർത്താവിൻ്റെ ശരീരത്താൽ പവിത്രമാക്കപ്പെട്ട കുരിശെ, എത്ര നാളായി ഞാൻ നിന്നെ കാത്തിരിക്കുന്നു. വേഗം എന്നെ ഒന്നെടുത്ത് നിൻ്റെ തമ്പുരാൻ്റെ അടുക്കലേക്ക് എന്നെ ഒന്ന് പെട്ടെന്ന് എത്തിച്ചതാ എന്ന് പറഞ്ഞുകൊണ്ട് കുരിശിനെ പുണർന്ന അന്ത്രയോസ്. അതേ പ്രിയമുള്ളവരെ, മരണം അവന് ദൈവത്തിങ്കലേക്കുള്ള ഒരു കാൽവയ്പായിരുന്നു, ദൈവത്തോട് ചേർന്ന് നിൽക്കാനുള്ള ഒരു അഭയമായിരുന്നു. പ്രിയമുള്ളവരെ, കഷ്ടതകളും വ്യക്തിജീവിതത്തിൽ നഷ്ടങ്ങളും ഓരോന്നോരോന്നായി കടന്നു വരുമ്പോൾ അതിനെ ഭാഗ്യമായിട്ടൊന്നും കരുതാനുള്ള ആത്മീയ വളർച്ച നമുക്കില്ല. പക്ഷേ
ആ കഷ്ടങ്ങളെ, ആ നഷ്ടങ്ങളെ കുരിശോട് ചേർത്ത് വയ്ക്കാൻ നമുക്ക് സാധിക്കും. ആ കുരിശോട് ചേർത്ത് വെച്ച് എൻ്റെ വേദനയെ നിന്റെ കുരിശിൻ്റെ മറുപുറത്ത് ചാരി വെച്ച് ഞാനിതാ ആസ്വദിക്കാൻ പരിശ്രമിക്കുകയാണ്. അതിനുള്ള ആത്മീയ വിശുദ്ധി എന്നിലേക്ക് പകർന്നു നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്കൊരുമിച്ച് ആലപിച്ച് ആരാധിക്കാം. കഷ്ടനഷ്ടമേറി വന്ന ഭാഗ്യവാനായി തീരുന്നു ഞാൻ. കഷ്ടമേറ്റ കർത്താവോട് കൂട്ടാളിയായി തീരുന്നു ഞാൻ. കഷ്ടനഷ്ടമേറി വന്ന ഭാഗ്യവാനായി തീരുന്നു ഞാൻ. കഷ്ടമേറ്റ കർത്താവോട് കൂട്ടാളിയായി തീരുന്നു ഞാൻ.